വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ രുചികരമായ ഒരു പഴം ഹൽവ നമുക്കിന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ലപോലെ പഴുത്ത തൊണ്ട് പൊളിച്ചു കഴിയുമ്പോൾ 1 കിലോ വരുന്ന പഴം എടുക്കുക. ഈ പഴം തൊലി പൊളിച്ച് 1 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് നമുക്ക് രണ്ടായിട്ട് അരച്ചെടുക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഈ അരച്ചെടുത്ത പഴം വലിയൊരു പാനിലേക്ക് ഒഴിക്കുക. രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ച് അതും ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക, പശു നെയ്യ്. എന്നിട്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കുക്ക് ചെയ്യുക. ഇത് ഏകദേശം തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കിലോ ശർക്കര ചേർക്കുക. എന്നിട്ട് ഈ ശർക്കര ഇളക്കി നല്ലപോലെ ഉരുക്കിയെടുക്കുക. ആ ശർക്കരയും തുടർച്ചയായിട്ട് ഇളക്കി നല്ലപോലെ ഉരുക്കിയെടുക്കണം. ആ ശർക്കര നല്ലപോലെ ഉരുകി കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. ഈ പഴവും നെയ്യും ഒരു 15 മിനിറ്റ് ഇരുന്ന് ഈ പരുവത്തിലായി കഴിയുമ്പോഴത്തേന് ആ ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ നെയ്യ് അബ്സോർവ് ചെയ്യുന്നിടം വരെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ നെയ്യ് നല്ലപോലെ അബ്സോർവ് ചെയ്തു. ഇനി 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ഓരോ ടേബിൾ സ്പൂൺ വീതം 4 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഇളക്കി കമ്പൈൻ ചെയ്യണം. ആദ്യം അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അത് നല്ലപോലെ ഇളക്കി കമ്പൈൻ ചെയ്യുക. അത് നല്ലപോലെ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുക. അതും നല്ലപോലെ ഇളക്കി കമ്പൈൻ ചെയ്യുക. ഇനി അത് നല്ലപോലെ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 3ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കമ്പൈൻ ചെയ്യുക. ഇനി ബാക്കിയിരിക്കുന്ന 4ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. അതും നല്ലപോലെ ഇളക്കി കമ്പൈൻ ചെയ്യുക. ഈ പരുവത്തിന് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 5 ഏലക്ക പൊടിച്ച് ചേർക്കാം. ഒരു 15 കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കമ്പൈൻ ചെയ്യുക. ഇനി ഇത് തിക്കായി നെയ് സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഷേപ്പ് ഹോൾഡ് ചെയ്യുന്ന കൺസിസ്റ്റൻസി വരെ കുക്ക് ചെയ്യണം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ ശ്രമിക്കണം. ആവശ്യത്തിന് തിക്കായാലേ ഹൽവ തണുത്ത് കഴിയുമ്പോൾ നല്ല സോൾഡ് ആയിട്ടിരിക്കുകയില്ല. ഇനി കൂടുതൽ തിക്കായി പോയാൽ ഹൽവയുടെ ടെക്സ്ചറിൽ മാറ്റം വരും. അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയില്ല. പക്ഷെ എങ്ങനെ ഇരുന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരികയില്ല കേട്ടോ. ഇപ്പൊ ഇത് കണ്ടോ, ഇത് സൈഡിലൊന്നും സ്റ്റിക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ ലംബമായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബട്ടർ തടവിയ ഒരു കേക്ക് പാനിലേക്ക് മാറ്റി ഹൽവ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതൊരു സ്പാറ്റില കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ സെറ്റ് ആകാൻ വേണ്ടി ഒരു 3 മണിക്കൂർ വയ്ക്കുക. 3 മണിക്കൂർ കഴിഞ്ഞ് ഹൽവ നല്ലപോലെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, കറക്റ്റ് ടെക്സ്ചറിൽ നല്ല കളറോടുകൂടി നാവിൽ കൊതിയോടുന്ന പഴം ഹൽവ.